ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ പ്രീതിക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആ ഉള്ളികൾ, ഒരു കുന്നുള്ളികൾ മുമ്പിൽ വെക്കുന്നുണ്ട്, അതെല്ലാം നന്നാക്കി തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് പറയണേ കേട്ടോ. അങ്ങനെ ഓരോ സവാള വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രീതി കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം ഒഴുകുന്നുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. 10, 9, 8, 7 എന്നൊക്കെ പറഞ്ഞിട്ട് 1 സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു സവാള മാത്രം അറിയാൻ ബാക്കി ഉണ്ടാവും കേട്ടോ. യു ഫെയിൽഡ് മരുമോളെ, യു ഫെയിൽഡ്. അമ്മേ, ഒരെണ്ണം മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അതെ, ഒരെണ്ണം ബാക്കി വന്നാലും അത് ബാക്കി തന്നെയാണല്ലോ. നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ 10ൽ 3ാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ ഒരു വിഷയത്തിന് തോറ്റുപോയി. അതിനെന്നെ അവരെ മാർക്ക് ലിസ്റ്റിൽ അവസാനം എന്താ എഴുതുമ്പോൾ ഫെയിൽഡ് എന്ന്. അയ്യോ, ഞാനെന്തിനാ ഈശ്വരത്തൊക്കെ ഇപ്പോൾ പറയണത്? അതെ, 10ാം ക്ലാസ്സിലെ എം എക്ക് പഠിക്കുമ്പോഴുള്ള കാര്യമാണ്. കേട്ടല്ലോ, കേട്ടു എന്ന് പറയണം. നീ എന്തായാലും ഇതിൽ ഫെയിൽഡ് ആയിരിക്കണം. അപ്പം നല്ലൊരു മരുമകളാണെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റില്ല. നീ വിഷമിക്കേണ്ട, നിനക്ക് വേറൊരു ടാസ്കിനെ തരുന്നതായിരിക്കും എന്ന് മനോരമ പറയാണ്. ശേഷം കാണിക്കണം നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി അശ്വിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടി മേടിച്ചിട്ട് ബാൽക്കണിയിലേക്ക് പോകാട്ടോ. ശ്രുതി, നിൻ്റെ അടുത്ത് ആ പേപ്പർ മര്യാദയ്ക്ക് തരാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല, ഞാൻ ചത്താലും ഞാൻ തരില്ല. ശ്രുതി, മര്യാദയ്ക്ക് താ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ഇല്ല, ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ശ്രുതി പറയാണ്. എന്നെ കൊന്നാലും ഞാൻ ഈ പേപ്പർ തരില്ല എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് തരാൻ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് തരാൻ നോക്കെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്തോ തന്നെ ഇവിടെ നിന്ന് ചാടി ചാവും എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അടുത്തേക്ക് വരുവാണ്. സത്യമായിട്ട് ഞാൻ ചാടി ചാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഇങ്ങനെ കമഴുവാണ്. അതായത് മനഃപൂർവ്വം ചാടനല്ല, ഇങ്ങനെ മലർന്നിങ്ങനെ പോകുമ്പോഴേക്കും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ശ്രുതി വീണ് പോകുകയാണ്. ശ്രുതി വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അശ്വിൻ ഷോളിൽ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഷോളിൻ്റെ ഒരു വശം ശ്രുതിയും മറ്റേ വശം അശ്വിൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ നിലത്തേക്ക് നോക്കുമ്പോൾ ശ്രുതിക്ക് പേടിയാവാണ്. അശ്വിൻ പതുക്കെ ശ്രുതിനെ ദേഷ്യത്തോട് കൂടി തന്നെ നോക്കുന്നുണ്ട്. ശേഷം ശ്രുതിയുടെ ഷോളിനെ പതുക്കെ പിടിച്ചിട്ട് ഒറ്റ വലി വലിക്കുകയാണ്. അങ്ങനെ ശ്രുതി മുകളിലേക്ക് എത്തുന്നുണ്ട്. മുകളിലേക്ക് എത്തുന്ന ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ മേളിലേക്ക് വീഴുക കേട്ടോ. അശ്വിൻ്റെയൊക്കെ മേളിലേക്ക് വീഴുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കുറച്ച് നേരം അവരങ്ങനെ തന്നെ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അശ്വിൻ വളരെ ദേഷ്യത്തിലാണ്, പക്ഷേ ശ്രുതി അങ്ങനെയല്ല. എന്തൊരു വല്ലാത്തൊരു അടുപ്പം അശ്വിനോട് ശ്രുതിക്ക് തോന്നിത്തുടങ്ങുന്ന ഒരു നിമിഷമാട്ടോ അത്. അങ്ങനെ ശ്രുതി അശ്വിൻ പറയേണ്ട, അതെ നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി അപ്പുറത്തേക്ക് എറിയാട്ടോ. നീ ജയിച്ചിട്ടൊന്നും ഇല്ലടി, നോക്കിക്കോ, ആകാശിനെ കൊണ്ട് ഇനിയും എനിക്ക് ഒപ്പിടിപ്പിക്കാൻ പറ്റും. അത് മാത്രമല്ല പ്രീതി ഇവിടെ തന്നെ ഉണ്ടല്ലോ, പ്രീതിനെ കൊണ്ട് ഞാൻ സുഖമായിട്ട് ഒപ്പിടിപ്പിക്കാം. ഞാൻ നിനക്ക് ഒരു അവസരവും കൂടെ തരുവാണ്. മര്യാദക്ക് വായടച്ച് 6 മാസം ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും, നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അല്ലെങ്കിൽ മനോരമ വീണ്ടും പ്രീതിയുടെ അടുത്തേക്ക് വരുക കേട്ടോ. നിനക്ക് അടുത്ത ടാസ്ക് തുടങ്ങുവാണ്. പേടിക്കേണ്ട മരുമോളെ, ഇത് സിമ്പിൾ ടാസ്ക്കാണ്, നിനക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ദേ, ഈ അരി കണ്ടില്ലേ, ഈ അരിയിലെ മണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ ചവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എടുത്ത് കളയണം. 10 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം തന്നെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകി തുടച്ച് അടുപ്പിലേക്ക് വെക്കണം. 10 മിനിറ്റിൽ ഇതെല്ലാം ചെയ്യണം. എന്താ, നീ റെഡിയാണോ എന്ന് പ്രീതി പറയാണ്. ശരി, യുവർ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറയുമ്പോഴേക്കും പ്രീതി പെട്ടെന്ന് മുറത്തിലേക്ക് അരിയിടാണ്. പതുക്കെ കല്ലും മണ്ണും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് പ്രീതിക്ക് അത് എളുപ്പമാണ് കേട്ടോ. പ്രീതി പെട്ടെന്ന് തന്നെ അത് കഴുകാൻ വേണ്ടി ഒരു പാത്രം എടുക്കാൻ വേണ്ടി ജസ്റ്റ് തിരിയുമ്പോഴേക്കും മനോരമ പെട്ടെന്ന് പ്രീതിയുടെ അടുത്തേക്ക് വന്നിട്ട്, പ്രീതി തിരിഞ്ഞിരിക്കുകയാണല്ലോ, കുറച്ച് മണ്ണും അതുപോലെ തന്നെ പടലയൊക്കെ കയ്യിലേക്ക് എടുത്തിട്ട് അത് അരിയിലേക്ക് കുഴച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും അറിയത്തപോലെ അവിടേക്ക് മാറി നിൽക്കുകയാണ്. പ്രീതി അത് വെള്ളം കഴുകാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും മനോരമ പറയണ്ടേ, നിൻ്റെ പണി ഇത്ര പെട്ടെന്ന് തീർന്നോ? നോക്കട്ടെ, കഴുകി വൃത്തിയാക്കിയോ? വൃത്തിയാക്കി ആൻറ്റി. എന്നിട്ടാണോ ഈ കിടക്കണത്? എന്താ നോക്ക്, ഇതിൽ മണ്ണൊക്കെ കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ ഞാനിത് വൃത്തിയാക്കിയതാണല്ലോ, ഇത് നീ വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ കഴിക്കണത്? അരിയൊക്കെ മണ്ണും അതുപോലെ ഷവറൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണോ കഴിക്കണത്? നിങ്ങളുടെ വീട്ടിൽ അത് മണ്ണാണോ കഴിക്കണത്? ആൻറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ വീട്ടിൽ മണ്ണ് കഴിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇതിൽ നീ തോറ്റു പോയിരിക്കണം. ഇതിലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് എപ്പം നീ കഴുകി വൃത്തിയാക്കാനാ? അപ്പോൾ നീ ഈ ടാസ്കും ജയിച്ചിട്ടില്ല, തോറ്റുപോയി. നീ നല്ലൊരു മരുമകളല്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അടുത്ത ടാസ്ക്കായിട്ട് ഞാൻ വരാം, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ പ്രീതിക്കാകെ വിഷമമായിട്ട് പ്രീതി കരയാട്ടോ. മനോരമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് ദേഷ്യത്തോടു കൂടി വരുന്നുണ്ട്. ഡാമിറ്റ്, എല്ലാം പോയി തീർന്നു എന്നൊക്കെ പറയാണ്. എന്താ എനിക്ക് ബേബി നീ ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കണത്? എന്താ പ്രശ്നം? അതോ സിഡ്നിയിലെ കമ്പനിയിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു, എന്നെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു, എന്നോടൊരു വാക്ക് പോലും പറയാതെ. അയ്യോ, അതിന് നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ കിഡ്നിയിലെ ജോലി ആർക്ക് വേണം? നിനക്ക് ഇവിടെ വല്ല ജോലിക്ക് ശ്രമിച്ചു വിടടാ. അതുമാത്രമല്ല വേറെ നിനക്ക് നല്ലൊരു കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാര്യം. എന്ത് കാര്യം? നിൻ്റെ കല്യാണക്കാര്യം. എൻ്റെ ആൻറ്റി, ഞാനത് സമാധാനത്തോടെ ജീവിച്ചില്ല, എനിക്ക് തലവേദന എടുത്ത് വെക്കല്ലേ. തലവേദനയോ? കല്യാണം ഇങ്ങനെ തലവേദനയാവണത് എപ്പോഴാണ് നീ കല്യാണം കഴിക്കണത്? ഇവിടെ അശ്വിനും ആകാശും ഒക്കെ കല്യാണം കഴിച്ചു, ഇനി നീയാണ് അടുത്തത്. നീയും ഈ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ. നിനക്ക് നല്ലൊരു പെൺകുട്ടിനെ കണ്ടു വച്ചിട്ടുണ്ട് ആൻറ്റി, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഞാനൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ. എടാ നല്ല പെൺകുട്ടിയാടാ, ഞാൻ നിനക്ക് ഫോട്ടോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ലിസയുടെ ഫോട്ടോ നമ്മുടെ മനോരമ
എനിക്കൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് ആ ഫോട്ടോ കാണുമ്പോഴേക്കും പതുക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഈ കുട്ടീനെ എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ നീ കണ്ടു കാണും, ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അഭിനയിക്കുന്ന കുട്ടിയാ. പറഞ്ഞു വന്നാൽ നമ്മുടെ മോഹനേട്ടൻ്റെ ഒരു ബന്ധുവായിട്ട് വരും. പ്യാരിയുടെ മോളായി ലിസ പ്യാരി, അവരുടെ ബന്ധുവാണ്. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരുന്നു രാവിലെ. എന്ത് കോടീശ്വരന്മാരാണെന്ന് അറിയാവോ? കോടിക്കണക്കിന് രൂപയാണ് ദിവസങ്ങൾ അവർ ഉണ്ടാക്കണത്. നീ ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നീ കോടീശ്വരനാവടാ, കോടീശ്വരൻ. പിന്നെ നിനക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിക്കൂടെ? ഓ ആൻറ്റി ഒന്ന് പോവും ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് പോകുവാണ്. ശേഷം മനോരമ ഈ കാര്യം മോഹനോട് പറയുന്നുണ്ട്. മോഹനേട്ടാ, എൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു വരുന്നുണ്ട്. അതെന്ത് ബുദ്ധിയാ ചോദിക്കുമ്പോഴേക്കും എനിക്കിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അത് നല്ല കാര്യമാണ്. എന്നിട്ട് നീ പെൺകുട്ടീനെയൊക്കെ കണ്ടുവച്ചല്ലോ. മോഹനേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാലോ? അതെന്താ ചോദിക്കുമ്പോഴേക്കും മോഹനേട്ടൻ ഈ കാര്യം അമ്മയെടുത്തും അതുപോലെ തന്നെ അശ്വിനോടും പറയണം. എന്ത് കാര്യം പറയണോ നീ പറയണത്? അതെ, ഇന്നിവിടെ വന്നില്ലേ ലിസയോ? അതെ ലിസ പ്യാരി, പാരച്ചേട്ടൻ്റെ മോളെ. മനസ്സിലായി. ആ പെൺകുട്ടീനെയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അതോ? ആ പെൺകുട്ടിയോ? അതൊരു മോഡലല്ലേ? മോഡലാണെങ്കിലും എന്താണെങ്കിലും അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, സ്നേഹിക്കാൻ അറിയാവുന്നൊരു പെൺകുട്ടിയാണ്. പിന്നെ എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ അവളുടെ സ്വത്തുക്കൾക്കൊക്കെ എനിക്കും കൂടി അവകാശമല്ലേ? അങ്ങനെ എനിക്ക് കോടീശ്വരിയായിട്ടുള്ളൊരു മരുമകളെ കിട്ടുമല്ലോ. അപ്പം നിൻ്റെ ഉദ്ദേശം അതാണല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ അമ്മയെടുത്ത് പറ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മോഹനം പറഞ്ഞില്ല, എനിക്കിതിലേക്ക് ഒരു കാര്യമില്ല, ഇടപെടുന്നില്ല, ഒന്നുമില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്യൂ, തലവേദന എടുക്കാണ്ട് ഓരോന്ന് പറഞ്ഞ് വന്നോളും എന്നൊക്കെ പറയാട്ടോ മോഹൻ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണത്? എനിക്ക് കേൾക്കാവുന്നത് വല്ലതും ആണോ? അമ്മേ, ഇവളെ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുക. കാര്യമോ? എന്ത് കാര്യം? അതെ, നമ്മുടെ എനിക്കിടെ ഒരു കല്യാണക്കാര്യം. അത് നല്ലൊരു കാര്യമാണല്ലോ. എന്നിട്ട് എനിക്ക് സമ്മതിച്ചു കല്യാണത്തിന്? സമ്മതിച്ചില്ല, പക്ഷെ എന്നാലും സമ്മതിപ്പിക്കാനൊക്കെ പറ്റും. ഞാനൊരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ഏത് പെൺകുട്ടിയാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മോഹനം പറയണ്ടേ, അമ്മക്കറിയാം, ഇന്നിവിടെ വന്നില്ലേ നമ്മുടെ ലിസ പ്യാരി. ആ പെൺകുട്ടിയോ? അവളും എനിക്ക് തമ്മിൽ ചേരും മനോരമേ. അമ്മേ, അതൊക്കെ ചേർന്നോളൂന്നേ. അമ്മ ഈ കാര്യമൊന്നും നമ്മുടെ പ്യാരി ഉണ്ടെന്ന് സംസാരിക്കണമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും എൻ്റെ മോനെ കോടീശ്വരനെ കൊണ്ട് കെട്ടിക്കാൻ എന്തായാലും പറ്റില്ല. എനിക്ക് കോടീശ്വരി കെട്ടുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി നടത്താലോ. അപ്പം നിൻ്റെ ഉദ്ദേശം ഇതാണല്ലേ? അമ്മേ ഒന്ന് സംസാരിക്കില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പോവാണ്. മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, അവർ സംസാരിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ സംസാരിച്ച് ഈ ബന്ധം ഉറപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അപ്പം തന്നെ പ്യാരീനെ വിളിക്കുക കേട്ടോ. പ്യാരി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, പ്യാരി ചേട്ടാ, ഇത് ഞാനാ മനോരമ. മനോരമ പറ. അതെ, ലിസ പോയോ? അവൾ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കയറി, ഇനി എപ്പോഴാണ് വരിക? അവൾ നാളെ വരും എന്ന് പറയണം. അതെയോ? അതെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അത്യാവശ്യ കാര്യമോ? അതെന്താ? അതൊക്കെ ഉണ്ടെന്നേ, ഇങ്ങോട്ട് വാ, ഞാൻ പറയാം എന്ന് പറയാണ്. ശരി മനോരമ, മോളോ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം. ശരി എന്ന് പറയണം. അങ്ങനെ നമ്മുടെ മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ ലിസയുടെ എനിക്കിടെ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ദിവാസ്വപ്നം കാണുന്ന മനോരമനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നെ നമ്മുടെ ഹോളിഡേ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അടിപൊളി പ്രൊമോ തന്നെയാണ് കേട്ടോ. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാവേ, കാരണം വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. അതിനെനിക്ക് ഇന്നലെ കിട്ടിയൊരു വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ അതിൽ കാണിക്കണം നല്ല അടിപൊളി ഭാഗങ്ങൾ, നമ്മൾ കാത്തിരുന്ന ഭാഗങ്ങളാണ്. ശ്രുതിനെ സ്വന്തമാക്കാനൊക്കെ നോക്കുമ്പോൾ അശ്വിൻ കയറി ഇടപെടുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഉച്ചക്കത്തെ റിവ്യൂ ആയിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.